ഗൈസ്, നിങ്ങൾ എല്ലാവരും ഈ സീസണിലെ ടാറ്റ IPL കാണുന്നുണ്ടായിരിക്കുമല്ലോ. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മാച്ച് നമ്പർ 62 CSK vs RR പ്രീ മാച്ച് പ്രിവ്യൂ പറയാനാണ്. ഇന്ന് നടക്കുന്ന മത്സരം അരുൺ ജെയ്റ്റ്ലിയിലാണ്. ഈ സീസണിലെ അവസാന മത്സരത്തിനായി രാജസ്ഥാൻ റോയൽസ് ഇറങ്ങുകയാണ്. മറുവശത്ത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഗെയിമാണിത്. ഇത് ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു അല്ലേ? IPL നീട്ടിവച്ചതിനെ തുടർന്ന് ഉണ്ടായത്. ഇപ്പോൾ അതിനുശേഷം ആ കാത്തിരിപ്പ് നിർത്തിക്കൊണ്ട് ഈ സീസണിലെ IPL തുടങ്ങിയിരുന്നു അല്ലോ. ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത് ഒരു ത്രില്ലറാണ്. ഒരു ഭാഗത്ത് ബാറ്റ് ചെയ്യുന്ന ടീംസിന് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ ടീംസിനും തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ CSK എന്നറിയാവുന്ന രീതിയിലേക്ക് പറയുമ്പോൾ ചിലപ്പോൾ എന്നവരായിരിക്കും വിജയികൾ എന്ന് പറയണം. ബട്ട് സ്റ്റിൽ രാജസ്ഥാൻ റോയൽസ് അവർ ഒരു പോസിറ്റീവ് നോട്ടിലായിരിക്കും ഈ സീസൺ എൻഡ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവും എനിക്കുണ്ട്. മറുഭാഗത്ത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു ഉജ്ജ്വല വിജയം KKRന് പ്ലേ ഓഫ് സാധ്യതകൾ കുറച്ചുകൊണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ റെയിൻ മഴ കാരണം നിർത്തിവെച്ച മത്സരത്തിൽ KKR പ്ലേ ഓഫ് കാണാതെ പുറത്തായി. അതേസമയം 3 ടീമുകൾ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ആയി അല്ലേ? അതെ, അതിൽ അവർക്ക് ഇനി ഒരു പൊസിഷനാണുള്ളത്. അതിൽ മത്സരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസും മുംബൈ ഇന്ത്യൻസുമാണ്. ആര് ജയിക്കും എന്ന് ചോദിച്ചാൽ ഇതിനി ഉത്തരങ്ങൾ നീണ്ടിരിക്കുന്നൊരു സമയമാണ്. അരുൺ ജെയ്റ്റ്ലിയിലെ റെക്കോർഡ് എന്ന് പറയുന്നത് ബാറ്റിംഗ് ഫസ്റ്റ് 44 വിജയങ്ങൾ നേടിയപ്പോൾ സെക്കൻഡ് 48 വിജയങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അതേസമയം CSK ഊർവിൽ പട്ടേൽ എന്നൊരു പ്ലെയർ ഇറങ്ങിയിട്ടുള്ളതായി നമുക്കറിയാമല്ലോ. ഇനി ധോണി യങ് ജനറേഷനായ വൈഭവ് സൂര്യവംശിയെ ഏറ്റുമുട്ടുകയാണ്. അതേസമയം CSK ആൻഡ് രാജസ്ഥാൻ പ്ലേ ഓഫിൽ നിന്നും പുറത്തായി എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അതെ, അവർ പുറത്തായതിനു ശേഷം ഇനിയൊരു സ്പോട്ട് ആർക്കാണ് എന്നുള്ള ചോദ്യത്തിന് ഇനി ഉത്തരങ്ങളില്ല. ഡൽഹിക്ക് ഇനി കാര്യങ്ങൾ അല്പമാവേണ്ടത് നാളത്തെ മത്സരത്തിലാണ്. അവർക്ക് നാളെ ജയിച്ചേ തീരൂ. ഇറ്റ്സ് എ ഡു ഓർ ഡൈ ഫോർ DC. ആൻഡ് മുംബൈയിൽ നാളത്തെ മത്സരം ജയിച്ചാൽ they will be qualified for the playoffs. For DC, it's a tough task to do. A win against Mumbai and a lose for MI versus Punjab will give DC the opportunity to qualify. Or a lose for DC and a win for MI will give 16 points and will get a Q for them. And for Mumbai, they need to give a Titans a lose against Punjab Kings. But the season thriller has now moved
to Arun Jaitley Stadium, and it's a large game from Delhi, and there is a negligible chance of rain interrupting the play. Yep, we have seen the season a thriller so far. ഇനി സീസൺ അവസാനിക്കുന്ന മത്സരങ്ങളുടെ ഒരു ഘട്ടത്തിലേക്കും അവർ എത്തിയിട്ടുണ്ട്. ഇനിയൊരു കാത്തിരിപ്പിന് രാജസ്ഥാൻ ഇറങ്ങിയില്ല. സി എസ് കെ ഉറപ്പായി ട്രയഡിന് വേണ്ടി കളിക്കുമ്പോൾ രാജസ്ഥാനും അതായിരിക്കും ലക്ഷ്യം, അല്ലേ? യപ്പ്, ഐ തിങ്ക് സോ. ഫോർ വൺസ് അഗെയിൻ CSK have done their season and are done their season. For them, they need to end it on a positive note. So, I am here now for the predicted playing 11 of RR and Yashasvi Jaiswal and Vaibhav Suryavanshi, Sanju Samson, Riyan Perag, Dhruv Jural, Shimron Hetmyer, and then Manundu Hasaranga, Kevin Mpaka, Mahesh Deshana, Tushar Deshpande, and the impact player options are Shubham Dubey. So for RR, they have lost too many games this season, and the season will be ended right for them with a win and on a positive note is what they'll be looking. But for CSK, they should win this and against Chi. Yep, so I am here for the predicted playing 11 of CSK as Ayush Mehta and Urvil Patel will open, and Sheikh Rashid, Sam Karan, Ravi Jadeja, MS Dhoni, the skipper, Ashwin, Khalil Ahmed, Anzul Kamboj, Sam Karan, and Madisha Patirana are their options, and the impact player options will be Ravichandran Ashwin or Shivam Dubey. I think so. ഈ സീസണിൽ ഇനി ഒരുപാട് മത്സരങ്ങളൊന്നും ഇല്ല. അതും നീണ്ട കാത്തിരിപ്പിന് ശേഷം വീണ്ടും അവർ എത്തിയിരിക്കുകയാണ് CSK and will fight back. Can Sanju and co pull out a miracle, or will Dhoni and co continue their winning ways? Let's have to wait and see. You have the opportunity to comment and subscribe and like. So, I am signing out. Thank you.